ഹായ് നമസ്കാരം. നമുക്കിന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാലോ? പലപ്പോഴും നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ക്രിപ്റ്റോ കറൻസിയും ബിറ്റ് കോയിനും ഒക്കെയാണ് മനസ്സിലേക്ക് വരിക. അത് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിലായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുക. ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരു സെൻട്രൽ സെർവർ സ്ട്രക്ചർ ഉപയോഗിച്ചിരുന്നില്ല. ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിനെ RDBMS എന്ന് പറഞ്ഞ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള സ്പീഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്ന സ്ട്രക്ചർ ക്വറി ലാംഗ്വേജ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രലൈസ്ഡ് സെർവർ സിസ്റ്റത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് ലോകം മുഴുവനും നല്ല മനോഹരമായ ഡേറ്റാ സ്ട്രക്ചറിങ്ങിലേക്ക് എത്തിപ്പെട്ടു. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ മാജിക് ഡേറ്റ എന്ന് പറഞ്ഞൊരു തലത്തിൽ സെർവർ ഓഫായാലും സിസ്റ്റം എല്ലാം ഓഫാകത്തില്ല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് ഡേറ്റാബേസ് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് ഹോസ്പിറ്റലുകൾക്ക് കൊടുത്തിരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. റിയലി ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ സ്റ്റോറിങ് ടെക്നോളജിയെക്കുറിച്ചുള്ള സംസാരമാണ്. അല്ലാതെ അതൊരു ക്രിപ്റ്റോ കറൻസിയുടെയോ അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിൻ്റെയോ മാത്രം സ്വത്തല്ല. ഇതൊരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പലതും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ടെക്നോളജി റിയലി വർക്ക് ചെയ്യുന്നത് എൻക്രിപ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടാവും. ക്രിപ്റ്റോഗ്രാഫിക് എൻക്രിപ്ഷൻസ് ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡീസെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ കോപ്പീസ് കീപ്പ് ചെയ്യാൻ പറ്റുകയും ഹാഷ്ടാഗ്ഡ് ഇൻ്റർലിങ്കിങ് ഉള്ള ബ്ലോക്കുകളായിട്ട് ഡേറ്റ പല സ്ഥലത്ത് സൂക്ഷിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നതാണ്. കൂടുതൽ ഡേറ്റ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നതനുസരിച്ച് കൂടുതൽ ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെർവർ ഡെഡായി പോകുന്നത് കൊണ്ട് കംപ്ലീറ്റ് നമുക്കതിൻ്റെ ഡേറ്റ ലോസ് വരുന്നില്ല. കാരണം റിപ്ലിക്കേറ്റഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ബ്ലോക്ക് ചെയിൻ ഡേറ്റ ആർക്കിടെക്ചർ. അതിന് പലപ്പോഴും നമ്മൾ non-SQL ഡേറ്റാബേസസ് ആണ് ഉപയോഗിക്കുക. കാരണം ഒരു സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്കൊരിക്കലും ഇതിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യാനും സേവ് ചെയ്യാനും പറ്റിയെന്ന് വരത്തില്ല. ആ രീതിയിൽ അതിനെ ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ചില നേട്ടങ്ങളും ഉണ്ട്, അതുപോലെ കോട്ടങ്ങളും ഉണ്ട്. കാരണം ഒരു SQL സ്ട്രക്ചർഡ് RDBMS ഏതൊരു RDBMS ഡേറ്റാബേസിലേക്ക് നമ്മൾ പോകുമ്പോഴും നമുക്കൊരു റിട്രീവൽ ഓഫ് ഡേറ്റ, അപ്ഡേഷൻ ഓഫ് ഡേറ്റ, മാനേജിങ് ഓഫ് ഡേറ്റ വളരെ ഫാസ്റ്റ് ആയിരിക്കും. എന്നാൽ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡേറ്റ സെക്യൂർഡ് ആയിരിക്കും, വളരെ ഹൈലൈറ്റഡ് ആണത്, മാനിപ്പുലേഷൻസ് ഇമ്പോസിബിൾ ആകും. പക്ഷേ ഡേറ്റ റിട്രീവലും ഡേറ്റ അനലിറ്റിക്സ് അപ്ഡേഷനും വളരെ പ്രയാസമുള്ള ജോലിയായി മാറും. അതുകൊണ്ട് തന്നെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ ബ്ലോക്ക് ചെയിൻ വളരെ യൂസ്ഫുള്ളാണ്. കാരണം അപ്ഡേറ്റഡ് ഡേറ്റാസിലാണ് അത് എപ്പോഴും വർക്ക് ചെയ്യുക. മാനിപ്പുലേഷൻ ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞതിന് അവിടെ സാധ്യത ഒട്ടും തന്നെ ഇല്ല. അതുപോലെ തന്നെ ബൾക്ക് ഇൻഫർമേഷൻസ് ഓൾ ടുഗദർ ഒരുമിച്ച് കോൾ ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് വളരെ സുന്ദരമായി അവിടെ അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു ഹെൽത്ത് കെയറിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ നമ്മുടെ വേൾഡ് ഹെൽത്ത് സബ്മിറ്റിൽ പറഞ്ഞു കേട്ടു. പക്ഷെ അതിൽ വളരെ വൈരുദ്ധ്യാത്മകമായ ചില സംഗതികളെയും ആ ഒരു മീറ്റിങ്ങിൽ ഡിസ്കഷനിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു ക്യാഷ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ NGO ഓർഗനൈസേഷൻസ് സ്പെൻഡ് ചെയ്യുന്ന പണത്തിൻ്റെ കൃത്യത കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ആൾവേസ് ധാരാളം ഡേറ്റാസ് റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ട്രീറ്റ്മെൻറ്റ് മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ചെയിൻ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഹ്യൂജ് ഡേറ്റ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസിനെ റിട്രീവ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന സമകാലീനമായ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ ബ്ലോക്ക് ചെയിൻ ഒരു പെർഫോമൻസ് ബാരിയറായി മാറും. അവിടെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഹൈ സെക്യൂർ ആയിട്ടുള്ളൊരു മേഖലയെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് RDBMS ഡേറ്റാബേസിനെ ഉപയോഗിക്കാം എന്നുള്ള നൂതനമായ ചിന്തയിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വൈൻ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സോഫ്റ്റ്വെയറിൻ്റെ പുറകെ ആയിരുന്നു ഗ്രേപ്സ്.
അത് റിലീസിനൊരുങ്ങുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ സെക്യൂരിറ്റിയെ റീബിൽഡ് ചെയ്തിട്ടുള്ളതും. RDBMSൻ്റെ ആ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജിൻ്റെ സ്പീഡും ആക്യുറസിയും വൈനിൽ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്നുള്ള ഡാറ്റ റിട്രീവൽ ഫോർ ദ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നത്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് സിസ്റ്റം ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആക്യുറസി ഓഫ് ഡാറ്റ കീപ്പ് ചെയ്യുകയും അതേസമയം പെർഫോമൻസിൽ ഒരു പ്രോബ്ലവും വരാത്ത വിധത്തിൽ അതിനെ നമ്മളുടെ റിട്രീവൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു കൺവെൻഷണൽ ആർക്കിടെക്ചറിൻ്റെ അത്തരത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ഡാറ്റ ആർക്കിടെക്ചറിലാണ് വൈൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്.